രേഷത്തിന് ടോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഓണത്തിന് ഒരു 1.5 ഇടിപ്പടം റിലീസ് ചെയ്തിട്ടുണ്ട്. കൊണ്ടൽ എന്ന് പറയുന്നത്. അത് ആന്റണി വർഗീസ്, ഗൗതമി നായർ, രാജ്ബി ഷെട്ടി, ഷബീർ, അങ്ങനെ കുറേ ആൾക്കാർ, പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ ആൾക്കാർ. അതുപോലെ നമ്മളിപ്പോൾ ഈ സിനിമയിലേക്ക് ആദ്യം ഇപ്പോൾ ഓണ സിനിമയായാലും മറ്റേതൊരു സിനിമയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സോഫിയ പോളിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മോശം ചിത്രം അവർ ഒരിക്കലും തിയേറ്ററിൽ എത്തിക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഇതുപോലൊരു ഫെസ്റ്റിവൽ സീസണിൽ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട RDX എന്ന് പറയുന്നൊരു സിനിമ തന്നെ. അപ്പോൾ ഇതും ഏതാണ്ട് അതുപോലൊക്കെ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് കൊണ്ടൽ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് അജിത് മാമ്പള്ളിയുടെ ഡയറക്ഷൻ നമ്മൾ എടുത്തു പറയണം. കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു സിനിമ, ഇതുപോലൊരു സിനിമ ഒരുക്കുക എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദീപക് മേനോൻ്റെ, അത് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്, അതായത് DOP കൈകാര്യം ചെയ്തിരിക്കുന്ന ദീപക് മേനോൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയണം. കാര്യം അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പേരാണ്. അതുപോലെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന സാം, RDXന് ശേഷം. ഇങ്ങനെ ഒരുപറ്റം ആൾക്കാരുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ, അതായത് കടലിൻ്റെ പശ്ചാത്തലത്തിൽ, അത് ഭൂരിഭാഗം സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കടലാണ്. കടലിൻ്റെ വേണമെങ്കിൽ നമുക്കൊരു പ്രതികാര കഥയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് കരയും പിന്നീട് കടലും. അതിപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ഇപ്പോൾ ആൾക്കാർ വേർതിരിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണെന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നി ഈ സിനിമ ഒരുപക്ഷെ ആന്റണി വർഗീസ് എന്ന് പറയുന്ന ആള് ഒരു സ്ക്രീൻ സ്പേസ് കൈയടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാര്യം അത്രയും മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ആന്റണി വർഗീസിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി. അതിന് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഡയറക്ടറെയും അതിൻ്റെ ക്യാമറമാനെയും എല്ലാവരെയും നമ്മൾ എടുത്തു പറയണം. കാര്യം അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം അവസാനത്തെ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ശ്രദ്ധ ഒട്ടും മാറിപ്പോകാത്ത രീതിയിൽ നമ്മൾ ഇരുന്ന് കാണുന്ന രീതിയിൽ അത്രയും ഭംഗിയായിട്ടാണ് ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ, അജയൻ്റെ രണ്ടാം മോഷണം, കിഷ്കിന്ദ കാണ്ഡം, ഇപ്പോൾ ഈ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ, കാര്യം ഈ 3 സിനിമകൾ സാധാരണ ഒരു ഓണം സീസൺ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസണ് 2-3 സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മികച്ച അഭിപ്രായമുള്ള ഒരു സിനിമ ഉണ്ടാവും. മറ്റുള്ള സിനിമകൾക്കൊക്കെ അതിൽ കുറച്ച് താഴെ നിൽക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ റിലീസ് ചെയ്തിരിക്കുന്ന 3 സിനിമകളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 3 സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിജയം നേടിയെടുക്കുന്ന ഏത് സിനിമയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഇപ്പോൾ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇടിപ്പടം ഇഷ്ടപ്പെടുന്ന, ആന്റണി വർഗീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒട്ടും നിരാശ ഉണ്ടാക്കാത്തക്ക രീതിയിൽ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നുള്ള ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.